ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്കിതേ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ഓവനൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്, മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ ദേ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം കപ്പില്ല എന്നുണ്ടെങ്കിൽ, മെഷർമെൻറ്റ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുത്താലും മതിയാകും. എന്നിട്ട് ഞാനതൊരു അരിപ്പയിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ 1/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം സ്പൂണ് കൊണ്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതിയാവും. ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഫ്ലോറ് വേറൊരു ടിന്നിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബൗളിൽ തന്നെയാണ് ഞാൻ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും പറയുവാണ്, മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ടൈഗറിൻ്റെ വാനില എസൻസ് ആണ് എടുത്തേക്കുന്നത്. അതേപോലെ ബേക്കിംഗ് പൗഡറും ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിപ്പം പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ വാനില എസൻസ് എഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-1.5 സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ, ഒരുപാടായി പോകരുത്. എന്നിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദാമാവ് എടുത്ത് അതേ കപ്പിലാണ് കേട്ടോ. നിങ്ങൾ ഗ്ലാസ് എടുക്കുവാണെങ്കിൽ അതേ കപ്പിൽ തന്നെ പഞ്ചസാരയും മാവും ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പം ബീറ്റർ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്ക് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതിയാവും. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. കുറച്ച് സമയം എടുക്കും. ഞാൻ ബീറ്ററിൽ ആദ്യം ലോ സ്പീഡിലാണ് ഇടുന്നത് കേട്ടോ, 1-ലാണ് ഇടുന്നത്. പിന്നെ അത് 3-ലോട്ടാവും. ഇപ്പം നിങ്ങൾക്ക് ആദ്യമേ തന്നെ പിന്നെ ഫുൾ സ്പീഡിലിട്ടിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിതിപ്പം ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇപ്പം ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കരുത്. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ബ്ലേഡ് ഒരെണ്ണം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്നിട്ടിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാകും. എന്നിട്ടിനി ഇതിലേക്ക് നമ്മൾ ഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളതാണ്. ബട്ടർ, മിൽക്ക്, എഗ്ഗ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാൻ. എന്നിട്ട് ഫ്ലോറും മിൽക്കും മാറി മാറി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ വെച്ച് ചെയ്തില്ലെങ്കിലും ബീറ്റർ ഉള്ളവരും ഈ ഫ്ലോർ മിക്സ് ചെയ്യുമ്പോഴത്തേന് വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഈ മാവ് ഇങ്ങനെ താന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചൊരു ചോക്ലേറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് കേക്ക് ടിന്നിലേക്ക് മാറ്റുവാണ്. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതൊരു സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒന്ന് പോകാനാണ്. അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഞാനിത് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ചെറിയ റിങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഈ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് കറക്റ്റ് ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേന് നമ്മുടെ കേക്ക് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ കറക്റ്റ് ടൈം നോക്കുന്നുണ്ടായിരുന്നു. ഒരു 30-35 മിനിറ്റ് മാക്സിമം ആകുമ്പോഴത്തേന് നമ്മുടെ കേക്കൊക്കെ സെറ്റായിട്ട് കിട്ടും. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത്, ചോക്കോ ചിപ്സ് ഞാൻ ബാറ്ററിൽ ഇട്ട് കൊടുത്തത് ഫുള്ള് താഴേക്ക് വന്നു കേട്ടോ. അതങ്ങനെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. മുകളിൽ